എല്ലാവർക്കും മല്ലുവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ OTT റിലീസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ഓശാന എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു റൊമാൻറ്റിക്കൽ മൂവിയാണ്. ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിലെ നായകൻ. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ മനോരമ മാക്സ് കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. ഓശാന ഉടനെ തന്നെ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ അടുത്ത ആഴ്ചയായിരിക്കും ഓശാനയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു കോമഡി മൂവിയാണ്. പക്ഷെ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഒരു നീണ്ട താരനിര തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ട് സിനിമ ഫ്ലോപ്പായി. ടോവിനോ, സൗബിൻ, ഭാവന, അനൂപ് മേനോൻ, ബാലു വർഗീസ് ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമ ഇറങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇതുവരെ OTT റിലീസായിട്ടില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈം നടികർ എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി ആദ്യ വാരമായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയെക്കുറിച്ചാണ്. ഒരു റിയൽ സ്റ്റോറിയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ദിലീപ് നിതാപിള്ളയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. അഭിപ്രായമാണ് തങ്കമണി എന്ന സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഫെബ്രുവരി ആദ്യ വാരം ആമസോൺ പ്രൈമിൽ തങ്കമണി എന്ന സിനിമ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയെക്കുറിച്ചാണ്. ഭാവന നായികയെ സിനിമയായിരുന്നു ഹണ്ട്. ഇതൊരു ഹൊറർ മൂവിയാണ്. ഇപ്പോഴിതാ ഹണ്ട് എന്ന സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. തിയേറ്ററിൽ നിന്ന് ഗംഭീര റെസ്പോൺസ് ആണ് ഹണ്ടിന് ലഭിച്ചത്. സിനിമ ജനുവരി ലാസ്റ്റ് വീക്കോ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യ വാരമായിട്ട് ആമസോൺ പ്രൈമിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് രേഖാചിത്രം എന്ന സിനിമയെക്കുറിച്ചാണ്. നിലവിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ആസിഫ് അലി സിനിമയാണ് രേഖാചിത്രം. അനശ്വര രാജനാണ് സിനിമയിലെ നായിക. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഈ സിനിമയുടെ OTT സോണി ലീവാണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഉടനെ തന്നെ സോണി ലീവിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഫെബ്രുവരി 20-ാം തീയതിയായിരിക്കും രേഖാചിത്രത്തിൻ്റെ OTT റിലീസ്. അവസാനത്തെ അപ്ഡേറ്റ് മാർക്കോ എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ഉണ്ണിമുകുന്ദൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ചൊരു ഹിറ്റ് സിനിമയാണ് മാർക്കോ. ഇപ്പോഴിതാ സോണി ലീവ് മാർക്കോ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഒഫീഷ്യൽ പ്രഖ്യാപനം എത്തിയിരിക്കുകയാണ്. ഫെബ്രുവരി ആദ്യ വാരം മാർക്കോ സിനിമ സോണി ലീവിൽ റിലീസുണ്ട്. എക്സ്പയറി ഡേറ്റ് നോക്കിയാൽ ഫെബ്രുവരി 5-നായിരിക്കും റിലീസ്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.